ഹലോ യോൺ. അപ്പം ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി. കിച്ചണിൽ പോയപ്പോൾ അപ്പുണ്ട്, വേറെ പ്രോട്ടീനൊന്നും ഇല്ല. ഇനി ഇന്നലെ ബീഫ് കറിന് കുറച്ച് നീര് മാത്രം ബാക്കിയുണ്ടായിനി. അപ്പം നമ്മൾ എന്ത് കാട്ടി, വേറെ പ്രോട്ടീനും അതേപോലെ പായല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അപ്പം കഴിച്ച് കാബ്സ് ഫില്ല് ചെയ്ത്, പിന്നെ പ്രോട്ടീൻ എടുത്ത്, പിന്നെ കുറച്ച് പീനട്ട് ബട്ടറും പിന്നെ കുറച്ച് തേനും ഇട്ട് കണ്ട് നമ്മൾ എന്ത് കാട്ടി, ഷേക്ക് കുടിച്ചാണ്ട് അതും കുടിച്ചു. ഫസ്റ്റ് മീൽ അങ്ങനെ അത് കഴിച്ചു. പിന്നെ നമ്മൾ ജിമ്മിൽ പോകാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ജിമ്മിൽ പോകാൻ നോക്കാണ്ട് കുറച്ച് ലേറ്റായി. ഇപ്പോഴാണ് പോകാൻ നിൽക്കുന്നത്. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടായിനി, എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയ പോലെ ടൈം ലേറ്റായി. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല, കാരണം കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ പ്രീ വർക്കൗട്ട് വേറെ എന്തെങ്കിലും മീൽ കഴിച്ചുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഫിസിക്കൽ അപ്ഡേറ്റ് ഇതാണ്. ഒന്ന് ഫോഴ്സ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതാണ് മെൻസ് ഫിസിക് പോസ്. ബാക്ക് പോസ് നമുക്ക് ഇനി ഫോക്കസ് ചെയ്യേണ്ടത്, ബാക്ക് മസിൽസ് ഫോക്കസ് ചെയ്യണം. ലാറ്റ്സ് ഒക്കെ നല്ലോണം രീതിക്ക് നമുക്ക് ഇനി ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ ഒന്നും കൂടി ബിൽഡ് ചെയ്യണം. ഷോൾഡറൊക്കെ ഇപ്പോൾ ഫുള്ള് ലോഡ് കുറഞ്ഞേക്കാണ്. അതായത് നമുക്ക് ക്രിയാറ്റീവ് പുള്ളി ഞാൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം വർക്കൗട്ട് പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ട്. വർക്കൗട്ട് പ്രോപ്പറായി കഴിഞ്ഞാൽ ക്രിയാറ്റീവ് കറക്റ്റായിട്ട് നമ്മൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ പഴയ സൈസ് ഇങ്ങനെ തിരിച്ചിങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കാണാം. എന്തായാലും ഇന്നത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഫിസിക്കൽ അപ്ഡേറ്റ് കഴിഞ്ഞു. ജിമ്മിൽ പോകാൻ പോവാണ്. അതിന് മുമ്പ് പ്രീ വർക്കൗട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ പോകും. അപ്പോൾ ഓക്കെ, ബൈ. ഒന്ന് നമുക്ക് പുഷ് ചെയ്യണേ. വർക്കൗട്ട് വ്ലോഗ് ചെയ്ത് കുറേ ദിവസമായി, അതായത് വർക്കൗട്ടിൻ്റെ വീഡിയോസ് എടുത്തിട്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നാണിപ്പോൾ വർക്കൗട്ടിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പുതിയ വാങ്ങിയതാണ്. പുഷാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ബാക്ക്, ചെസ്റ്റ്, പിന്നെ ഷോൾഡർ കഴിഞ്ഞിട്ട് ബൈസും ട്രൈസും, അത് കഴിഞ്ഞിട്ട് ലെഗ്, അതിലൊക്കെ കളിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ പുഷ് പുള്ളേർക്ക് തിരിച്ച് മാറാൻ പോവാണ്. പിന്നെ നമുക്ക് പുഷ് കളിക്കാറില്ല, അത് ചെസ്റ്റ്, ട്രൈസെപ്സ്, അത് കഴിഞ്ഞ് ഷോൾഡർ. ഫസ്റ്റ് നമ്മൾ സ്ട്രെച്ചിങ് കഴിഞ്ഞു, സ്ട്രെച്ചിങ് ഫുൾ ചെയ്തു. ചെസ്റ്റ് അതേപോലെ ബാക്ക് മൊത്തം റൊട്ടേഷൻസ് മൊത്തം കഴിഞ്ഞു. നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന പുഷപ്പാണ്. പുഷപ്പാണ് നമ്മൾ പുഷിന് തന്നെ വാം എക്സസൈസ് ചെയ്യാൻ പറ്റുക. വാം എക്സസൈസ് മാത്രമല്ല, ശരിക്കും വർക്കൗട്ട് തന്നെ കൂട്ടാൻ പറ്റും. കാരണം നമ്മൾ ഫെയിലിൽ വരെ ചെയ്യാം, വർക്കൗട്ട് തന്നെ കൂട്ടാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 42, 43, 44, 45, 46, 47. നമ്മൾ 50 പുഷപ്പ് എടുത്തു. ചെസ്റ്റ് വാമായി. നമുക്ക് കാലിസ്റ്റേഴ്സിന് കുറച്ച് മൂവ്സ് ട്രൈ ചെയ്ത് നോക്കാണ്ട്, അതേപോലെ ഹാൻഡ് സ്റ്റാൻഡും അങ്ങനത്തെ സംഭവങ്ങൾ. പൈക്ക് പുഷപ്പ് എടുക്കാണ്ട് ഷോൾഡറിന്. അപ്പോൾ പൈക്ക് പുഷപ്പ് എടുത്ത് നോക്കാം. വൈഡാക്കി വെച്ചു. എന്നിട്ട് ആ എൽബോസ് ആകാൻ പാടില്ല, ജസ്റ്റ് നമ്മുടെ ബോഡി മാത്രം ഫ്രണ്ടിലേക്ക് വരും. അതേപോലെ ബാക്ക് പോകും. ഒരിക്കലും നേരെ ഇങ്ങനെ പോകും, താഴ്ന്നിട്ട് നേരെ പോകുന്നല്ല. ബാക്ക് പോയിട്ട് ഫ്രണ്ടിലേക്ക് വരും, ബാക്ക് പോകും, ഫ്രണ്ടിലേക്ക് വരും, ബാക്ക് പോവും. സ്ട്രെങ്ത് നല്ലോണം കമ്മിയായിരിക്കണേ, കാരണം വർക്കൗട്ട് ചെയ്ത് കുറച്ച് ദിവസമായി. അതുപോലെ നമ്മൾ കോമ്പറ്റീഷൻ ആയിട്ട് നമുക്ക് നല്ല രീതിക്ക് സ്ട്രെങ്ത് എല്ലാം കമ്മിയായിരിക്കണേ. ഒന്ന് റീബിൽഡായി വരണം, ടൈം എടുക്കും. കുഴപ്പമില്ല, പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളിക്കണമെങ്കിൽ മാക്സിമം കളിക്കണമുണ്ട്. അപ്പോൾ അതാണ് മെയിനായി നോക്കേണ്ടത്. അപ്പോൾ അത് മതി. നമുക്ക് പറഞ്ഞ പോലെ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കാം. ഹാൻഡ് സ്റ്റാൻഡ് സ്ട്രെങ്ത് തീരെ ഉണ്ടാവില്ല, അങ്ങനെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫ്രോഗ് സ്റ്റാൻഡ് ചെയ്യും.
ഫ്രോക്ക് സ്റ്റാൻഡ്. അപ്പം ഇതാണ് ഫസ്റ്റ് ഫ്രോക്ക് ഹാൻഡ് സ്റ്റാൻഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കുക. നമുക്ക് ശരിക്ക് അത് നമുക്ക് കറക്റ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. ഹാൻഡ് സ്റ്റാൻഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീണാൽ പണി കിട്ടും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഹെഡ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒന്ന് ചെയ്യും, എടുക്കുക, ആ ടച്ച് ചെയ്യും, ഇത് പോകും. ഒരു ലെഗ് സപ്പോർട്ട് വെച്ചിട്ട് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. അപ്പോൾ ഫിംഗേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പാമല്ല, ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഇംഗ്ലൈൻ സ്മിത്ത് മെഷീനിൽ ബെഞ്ച് പ്രസ് ആണ്. ഓക്കെ, അപ്പോൾ അപ്പർ ചെസ്റ്റിന് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയ കളി ഇതാണ്. ഇതും അതുപോലെ ഡംബൽ ഇംഗ്ലൈൻ പ്രസും മെയിനായിക്കാണ്ട് ഇതാണ് ചെയ്യല് ഞാൻ. കാരണം ഇതിലാണ് എനിക്ക് കറക്റ്റായിക്കാണ്ട് കിട്ടുന്നതും അതുപോലെ ആ പ്രോഗ്രസോടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും ഇതിനാണ്. ചെസ്റ്റ് ഇത് സെറ്റ് ചെയ്യാൻ സമയത്ത് ഈ ഏകത്തും നമ്മൾ കൈ സ്ട്രൈറ്റ് ചെയ്ത് തരണം, ഫോറാംസ്. ആ ലെവലിൽ നമ്മൾ ഗ്രിപ്പ് ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ബാർ യൂസ് ചെയ്യല് ഈ ലെവലിക്ക് ഫുള്ളായിട്ട് അപ്പർ മുക്ക് വരില്ല. ഫുള്ളായിട്ട് അപ്പർ മുക്ക് വന്നാൽ നമ്മൾ കൈ ഇങ്ങനെ പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഈ ലെവലിക്കാണ് എഴുതിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റിന് കുറച്ച് മിഡിലായി വരും. ഓക്കെ, ചിലവർക്ക് അപ്പറിലേക്കാണ്, ചിലവർക്ക് അത് മാറിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മിഡിലാണ്, ഈ ലെവലിക്കാണ് വരാം. ഞാൻ കാണിച്ചു തരാം. ഫുള്ള് സ്ക്വീസ് കൊടുക്കും. ഈ സ്ക്വീസ് കൊടുത്തിട്ട് അറക്കണ സമയത്ത് ഇവിടെ വരും, ചെസ്റ്റ് ബോക്സ് ആയിട്ട് വരും. അപ്പോൾ ഫോം കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെറുതെ എനർജി കളയില്ല. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളോട് കഴിയുന്ന ഏറ്റവും മാക്സിമം വെയിറ്റ് ഇടും, എന്നിട്ടാണ് ചെയ്യുക. ഫസ്റ്റ് സെറ്റാണ്. അപ്പം നമ്മൾ കഴിയുന്ന മാക്സിമം വെയിറ്റ് ഇട്ടു, ചെസ്റ്റ് പൊക്കി വെക്കുക, ഷോൾഡർ അറ്റാക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് മെല്ലെ താഴ്ത്തുക. നേരത്തെ പോലെ തന്നെ വെയിറ്റ് കുറച്ചു. വെയിറ്റ് കുറച്ചപ്പോഴാണ് ടോപ്സ് അടിക്കാൻ പോകുന്നത്. ചെസ്റ്റിന് കളി നമ്മൾ ഷോൾഡറിനാണ്. ഷോൾഡർ നമ്മൾ സൈഡിനാണ് കളിക്കുന്നത്. സൈഡിൽ നമ്മൾ ക്യാബിളിൽ
കാറ്ററൈസ് ചെയ്യാൻ പോണേ, വണ്ണാമ ചെയ്യാൻ പോണത്. ബോഡി ഫ്രണ്ട് ക്ലീൻ ആയിട്ട് എല്ലാം ഇവിടെ. ഷോൾഡർ സൈഡ് കഴിഞ്ഞു. ഫ്രണ്ടാണ്. ടേബിളിൽ നമ്മൾ റോപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ ക്രോസ് ആയി പിടിക്കും, പൊക്കുമ്പോൾ വൈഡ് ആക്കും. അപ്പോൾ ഷോൾഡർ കഴിഞ്ഞു. നമ്മൾ ഫ്രണ്ടും സൈഡ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. ബാക്ക് റൈഡായിട്ട് നമ്മൾ ഫുള്ളിൻ്റെ അതാണ് കളിക്കാം. അപ്പോൾ ഷോൾഡർ മതി. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്നും കളിക്കാണ്ട്, ഫ്ലൈസ് അടിക്കാണ്ട്. പ്രസ് കഴിഞ്ഞിട്ടുള്ളൂ. പ്രസ് നമുക്ക് അപ്പുറം നല്ലോണം ഓടയിക്കണേ. നമ്മൾ ഫ്ലൈസ് അടിക്കാണ്ട് അത് കഴിഞ്ഞാൽ ചെസ്റ്റും കഴിഞ്ഞു. പിന്നെ ട്രൈസെപ്സിന് 1-2 കളി, പിന്നെ കലാസ്. വർക്കൗട്ട് ചെയ്യാനിടയിൽ നമ്മൾ മൈക്ക് ഓഫായി പോയി, ചാർജ് കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിൽ സൗണ്ട് ഉണ്ടാവില്ല, അടുത്ത ക്ലിപ്പിലും സൗണ്ട് ഉണ്ടാവും. ഫ്ലൈസ് ചെയ്യുമ്പോൾ മാക്സിമം സ്ട്രെച്ചും കൊടുക്കണം, അതുപോലെ സ്ക്വീസും കൊടുക്കണം. അപ്പോൾ ബാക്കും മാക്സിമം നമ്മൾ കൈയായിട്ട് ബെൻഡാക്കിയിട്ട് ആ സ്ട്രെച്ച് മാക്സിമം കൊടുക്കും. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ സ്ക്വീസും കൊടുക്കും. ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് മെല്ലെ ബാക്ക് വിടുക, കൺട്രോൾ ചെയ്ത് ചെയ്യുക. അതുപോലെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വെയിറ്റ് എടുത്ത് വേണം ചെയ്യാൻ. ഞാൻ അതേപോലെ സെറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഡ്രോപ്പ് സെറ്റ് അടിച്ചു. അതായത് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ വെയിറ്റ് കുറച്ചിട്ട് വീണ്ടും ചെയ്യും. അപ്പം അങ്ങനെയാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. ഞാൻ ഫെയിൽ വരെ ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തത്. ഇത് ഫസ്റ്റ് സെറ്റ് മാത്രമേ ഇതിൽ വീഡിയോയിലുള്ളൂ. രണ്ടാം സെറ്റ് നമ്മൾ ചെയ്തു. അതിനുശേഷം ഡ്രോപ്പ് സെറ്റ് അടിച്ചു. എന്നിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്തത്. അതിൻ്റെ ഫ്ലെക്സും ചെയ്തു. ചെസ്റ്റ് കളിച്ചു, അതേപോലെ തന്നെ ട്രൈസെപ്സും കളിച്ചു.
ഫസ്റ്റ് നമുക്ക് അപ്പർ ചെസ്റ്റ് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡർ നമുക്ക് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യണം. ട്രൈസെപ്സ് നമുക്ക് ആ ബാക്കത്ത് ലോങ് ഹെഡ്. അപ്പം അത് നമുക്ക് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. ഫോക്കസ് നമുക്ക് കളിക്കാം. എന്നിട്ട് പുഷ് കഴിഞ്ഞു. ബോഡി കളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 70 kg പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് 60 kg ആണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. ഇതാണ് ഇപ്പോൾ പോകുന്നത് ചിക്കൻ ബിരിയാണി, കോഴിക്കറി, പോസ്റ്റ് വർക്കൗട്ട്.